പ്രിയപ്പെട്ടവരെ, ഇപ്പോൾ ലോകത്തെ ഞെട്ടിച്ചുകൊണ്ട് ഇറാൻ പുതിയ ഒരു ആക്രമണ സംവിധാനം ഒരുക്കിയിരിക്കുകയാണ്. ഇതിനെക്കുറിച്ച് ന്യൂയോർക്ക് ടൈംസ് പറഞ്ഞിരിക്കുന്നത് കൊതുക് പട എന്നാണ്. കരയിലുള്ള ഇറാന്റെ ഡ്രോൺ ആക്രമണങ്ങൾക്ക് തുല്യമായി കടലിൽ ഇപ്പോൾ ഒരുക്കി വെച്ചിരിക്കുന്നത് കൊതുക് പടയാണ്. എന്താണ് കൊതുക് പട? ഈ കാണുന്ന സ്പീഡ് ബോട്ടുകൾ നിങ്ങൾക്കറിയാം. ഈ ബോട്ടുകളെ വലിയ കപ്പലുകൾക്ക് പോലും തകർക്കാൻ കഴിയാത്ത, അല്ലെങ്കിൽ ഈ കാണുന്ന ചെറിയ സ്പീഡ് ബോട്ടുകൾ, ഇത്തരം ബോട്ടുകൾ വലിയ കപ്പലുകളെ വളഞ്ഞാക്രമിക്കുന്ന രീതിയാണ് ഇപ്പോൾ ഇറാൻ സ്വീകരിക്കുന്നത്. $2 ബില്യൺ ചെലവ് വരുന്ന വലിയ ഡിസ്ട്രോയറുകൾ, വലിയ യുദ്ധക്കപ്പലുകൾ, ഈ കപ്പലുകളെ നേരിടാൻ ഏകദേശം $5000 മാത്രം ചെലവ് വരുന്ന ഈ സ്പീഡ് ബോട്ടുകൾ ഉപയോഗിച്ചാണ് ഇറാൻ ആക്രമിക്കുന്നത്. എങ്ങനെയാണ് ആക്രമിക്കുന്നത്, അല്ലെങ്കിൽ ഇതിന്റെ പ്രത്യേകത എന്താണ് എന്ന് നമുക്ക് പരിശോധിക്കാം. ഇപ്പോൾ ആയിരക്കണക്കിന് ഇത്തരത്തിലുള്ള ബോട്ടുകളാണ് ഇതിനു വേണ്ടി ഇറാൻ സജ്ജീകരിച്ചിരിക്കുന്നത്. നമുക്കറിയാം, യുക്രൈൻ റഷ്യ യുദ്ധത്തോടെയാണ് ഡ്രോണുകളെ കുറിച്ച് കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്നത്. മിസൈലുകൾക്ക് അറ്റാക്ക് ചെയ്യാൻ പറ്റുന്നതിനപ്പുറം കൃത്യമായ ലക്ഷ്യങ്ങളെ ആക്രമിക്കാൻ, പ്രത്യേകിച്ച് റഡാറുകളെ പോലും തകർത്ത് കളയാൻ ഡ്രോണുകൾക്ക് കഴിയുമെന്ന് ലോകം മനസ്സിലാക്കി. അമേരിക്കയുടെ താഡ് പാട്രിയറ്റ് തുടങ്ങിയ പ്രതിരോധ സംവിധാനങ്ങളുടെ അത്യാധുനിക റഡാറുകളെ പോലും തകർക്കാൻ ഇറാന്റെ ഷഹദ് 136 ഡ്രോണുകൾക്ക് സാധിച്ചിട്ടുണ്ട്. ഈ ഡ്രോൺ അറ്റാക്കുകളാണ് അമേരിക്കക്കും ഇസ്രയേലിനും ഇപ്പോൾ ഏറ്റവും വലിയ തലവേദന തന്നെ സൃഷ്ടിച്ചിരിക്കുന്നത്. എന്നാൽ ഇപ്പോൾ കടലിലേക്ക് ഇറക്കിയിരിക്കുന്നത് ഇത്തരത്തിലുള്ള സ്പീഡ് ബോട്ടുകളാണ്. എന്താണ് ഈ സ്പീഡ് ബോട്ടുകളും പരമ്പരാഗത യുദ്ധക്കപ്പലുകളും തമ്മിലുള്ള വ്യത്യാസം? ഈ സ്പീഡ് ബോട്ടുകൾക്ക് ഏകദേശം 1 മണിക്കൂറിൽ 200ഓളം കിലോമീറ്റർ വേഗതയിൽ സഞ്ചരിക്കാൻ ഇതിന് സാധിക്കും. അതേസമയം ഈ വലിയ യുദ്ധക്കപ്പലുകൾക്ക് ഏകദേശം 50 കിലോമീറ്റർ പെർ ഹവർ എന്ന സ്പീഡിലാണ് ഇതിന് സഞ്ചരിക്കാൻ കഴിയുക. അതോടൊപ്പം ആക്രമണത്തിന് വേണ്ടി ഉപയോഗിക്കുന്നത് മെഷീൻ ഗണ്ണുകളും അതുപോലെ തന്നെ പോർട്ടഡ് മിസൈലുകൾ, മാൻ പോർട്ടഡ് മിസൈലുകൾ, ചുമലിൽ വഹിക്കാൻ പറ്റുന്ന രീതിയിലുള്ള മിസൈലുകൾ, അതുപോലെ തന്നെ കാമിക്കാസി ഡ്രോണുകൾ. സാധാരണ ഇറാന്റെ ഷഹദ് 136 പോലുള്ള ആക്രമണ ഡ്രോണുകളും ഈ ബോട്ടുകളിൽ സംവിധാനിക്കാൻ സാധിക്കുന്നു. അതേസമയത്ത് ഇത്തരത്തിലുള്ള വലിയ യുദ്ധക്കപ്പലുകളിൽ സർഫേസ് ടു എയർ മിസൈലുകൾ, അതായത് വ്യോമതലങ്ങളിലുള്ള ഡ്രോണുകളാവട്ടെ അല്ലെങ്കിൽ യുദ്ധവിമാനങ്ങൾ, ഇതിനെയെല്ലാം ലക്ഷ്യം വെക്കാൻ ഇതിന് സാധിക്കും. അതുപോലെ ഈ കപ്പലുകൾക്ക് നേരെ വരുന്ന മിസൈലുകളെ നിർവീര്യമാക്കാൻ ഈ മിസൈലുകളെ കൊണ്ട് സാധിക്കും. അതുപോലെ തന്നെ കപ്പലിൽ നിന്നും ഗ്രൗണ്ടിലേക്ക് അറ്റാക്ക് ചെയ്യാൻ പറ്റിയ രീതിയിലുള്ള മിസൈലുകളും ഇതിൽ സംവിധാനിച്ചിട്ടുണ്ട്. എന്നാൽ ഈ സ്പീഡ് ബോട്ടുകളുടെ തന്ത്രപരമായ ഒരു ആക്രമണ രീതി, നമ്മൾ ഗറില്ല യുദ്ധം എന്നൊക്കെ പറയും പോലെ കടലിൽ അത്തരത്തിലുള്ള ഒരു സംവിധാനമാണ് ഇറാൻ ഇപ്പോൾ ആവിഷ്കരിച്ചിരിക്കുന്നത്. ഇറാൻ മറ്റുള്ള ലോകരാഷ്ട്രങ്ങളിൽ നിന്നും വ്യത്യസ്തമാണ്. ലോകരാഷ്ട്രങ്ങളൊക്കെ പരമ്പരാഗതമായ ഒരു രീതി സ്വീകരിക്കുന്നു. അതിൽ നിന്ന് ചെറിയ രീതിയിലുള്ള ഡെവലപ്മെന്റുകൾ ഉണ്ടെങ്കിൽ പോലും ഇറാൻ ആവിഷ്കരിക്കുന്നത് അവരുടെ സ്വന്തം ഐഡിയയിൽ, അവരുടെ തലയിൽ ഉദിച്ചു വരുന്ന പ്രത്യേകമായ ചില രീതികളും ശൈലികളുമാണ്. ഇപ്പോൾ ഈ ഡ്രോണുകൾ ഒരു വലിയ കപ്പലിന് നേരെ ആക്രമണം നടത്തുന്നത് സ്വാം അറ്റാക്സ്, മസ്ഡ് മൾട്ടി ഡയറക്ഷണൽ സ്ട്രൈക്ക് എന്ന് പറഞ്ഞാൽ ഏകദേശം 10-20 സ്പീഡ് ബോട്ടുകൾ ഈ വലിയ കപ്പലിനെ വളയുകയാണ്. മെഷീൻ ഗൺ ഉപയോഗിക്കുന്നു, അതുപോലെ തന്നെ മാൻ പോർട്ടഡ് മിസൈലുകൾ ഉപയോഗിച്ച്, ഡ്രോണുകൾ ഉപയോഗിച്ച് കപ്പലിനെ ആക്രമിക്കുന്നു. ഈ കപ്പലിനെ സംബന്ധിച്ചിടത്തോളം അതിന് തിരിയാനും മറിയാനും അല്പം സമയമെടുക്കും. ഈ ബോട്ടുകൾ അപ്പോഴേക്കും ഈ വലിയ കപ്പലിനെ വലയം ചെയ്യുകയും അതിന്റെ എല്ലാ ഭാഗത്തു നിന്നും ആക്രമണം നടത്തുകയും ഈ കപ്പൽ ഒന്ന് തിരിഞ്ഞ് ആക്രമണത്തിന് വേണ്ടി തയ്യാറെടുക്കുമ്പോഴേക്ക് ബോട്ടുകളുടെ ദൗത്യം തീർത്ത് അവർ തിരിച്ചു പോയിട്ടുണ്ടാകും. അത്രയും വേഗതയും സ്പീഡും അതിനുള്ളത് കൊണ്ട് വളരെ പെട്ടെന്ന് മിന്നൽ അറ്റാക്ക് നടത്തി തിരിച്ചു പോകാൻ ഇതിന് സാധിക്കും. അങ്ങനെയുള്ള ആക്രമണമാണ് കഴിഞ്ഞ ദിവസം ഇന്ത്യൻ കപ്പലിന് നേരെയും അതുപോലെ തന്നെ ഇന്ന് ഫ്രാൻസിന്റെ കപ്പലിന് നേരെയൊക്കെ ഉണ്ടായിരിക്കുന്നത്. ഇന്ത്യൻ കപ്പലിന് നേരെയും ഫ്രാൻസിന്റെ കപ്പലിന് നേരെയൊക്കെ ആക്രമണത്തിന് വേണ്ടി, കപ്പൽ തകർക്കാനുള്ള ആക്രമണമല്ല നടത്തിയത്. യഥാർത്ഥത്തിൽ വാണിംഗ്, തിരിച്ചു പോകാനുള്ള വാണിംഗ് ആയിട്ടാണ് ഈ ആക്രമണങ്ങളെല്ലാം ഉണ്ടായിട്ടുള്ളത്. ഇവിടെയാണ് ഇറാന്റെ ഈ ആക്രമണ തന്ത്രങ്ങൾ വിജയിക്കുന്നത്. ഹോർമുസ് കടലിടുക്ക് വളരെ ചെറിയ ഒരു പാതയാണ്. അവിടെ ഈ സ്പീഡ് ബോട്ടുകൾക്ക് വലിയ പ്രാധാന്യമുണ്ട്. ഈ വലിയ കപ്പലുകൾക്ക് അവിടെ തിരിയാനും മറയാനും മാത്രമുള്ള സ്ഥലമില്ല. മാത്രമല്ല, അതിനുവേണ്ടിയുള്ള ശ്രമം നടത്തുമ്പോഴേക്ക് സ്പീഡ് ബോട്ടുകൾ അവരുടെ ദൗത്യം നിർവഹിച്ച് തിരിച്ചു പോകും. ഇത് അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയൊരു ഭീഷണിയായി മാറിയിട്ടുണ്ട്. പെട്ടെന്ന് ഏത് ഭാഗങ്ങളിലും മൈനുകൾ സ്ഥാപിക്കാനും ഈ സ്പീഡ് ബോട്ടുകൾക്ക് സാധിക്കും. മറ്റൊന്ന് ലോ റഡാർ ക്രോസ് സെക്ഷനാണ്. റഡാറുകൾക്ക് പെട്ടെന്ന് ഇതിനെ കണ്ടെത്താൻ കഴിയില്ല. കാരണം അത്രയും താഴ്ന്നു നിൽക്കുന്നു. മാത്രമല്ല,
കടലിന്റെ ഉപരിതലത്തിൽ കൂടുതൽ ഉയരമില്ലാത്തതുകൊണ്ട് അത്ര പെട്ടെന്ന് ഇതിനെ കണ്ടെത്താൻ കഴിയില്ല. അതേസമയത്ത് ഈ കപ്പലുകളെ പെട്ടെന്ന് കണ്ടെത്താൻ സാധിക്കും. ഇങ്ങനെയുള്ള ഒരുപാട് പ്രത്യേകതകൾ ഈ ചെറിയ ബോട്ടുകൾക്കുണ്ട്. ഈ ബോട്ടുകൾ ഉപയോഗിച്ചുകൊണ്ടാണ് ഇറാൻ മിന്നൽ ആക്രമണം നടത്തുന്നത്. കുറിച്ചാണ് യഥാർത്ഥത്തിൽ കൊതുക് പട എന്ന് ന്യൂയോർക്ക് ടൈംസ് വിശേഷിപ്പിച്ചിരിക്കുന്നത്. ഈ ആക്രമണങ്ങളുടെ മുന്നിൽ ലോകം പതറുകയാണ്. ഇറാന്റെ ഡ്രോൺ ആക്രമണങ്ങൾക്ക് മുന്നിൽ അത്യാധുനിക സംവിധാനങ്ങൾ പോലും പരാജയപ്പെട്ടപ്പോൾ ഇനി അമേരിക്കയുടെ ബില്യൺ കണക്കിന് ഡോളർ വരുന്ന കപ്പലുകളെ ഇത്തരത്തിലുള്ള ചെറിയ ചീള് കാശുകൾക്ക് ഒപ്പിച്ചെടുത്ത ബോട്ടുകളെ കൊണ്ട് ഇറാൻ തൂത്തെറിയാൻ പോവുകയാണ്. ഇനി നിങ്ങൾ സങ്കല്പിക്കുക, ഇതിൽ ചില ബോട്ടുകളെയൊക്കെ ആക്രമിച്ച് ഇല്ലാതാക്കാൻ അമേരിക്കൻ യുദ്ധക്കപ്പലുകൾക്ക് സാധിച്ചേക്കാം. പക്ഷെ ഈ ഒരു ബോട്ടിന് വരുന്നത് ഏകദേശം ഞാൻ പറഞ്ഞല്ലോ 5000-ഓ 6000-ഓ ഡോളർ മാത്രമാണ്. അതേസമയത്ത് ഈ കപ്പൽ ആക്രമിക്കപ്പെടുമ്പോൾ അതിന് $2 ബില്യൺ ചെലവ് വരുന്നത്. അതിന് കേവലം ഈ ചെറിയ ബോട്ടുകൾ ഉപയോഗിച്ച് ഇതിൽ നിന്ന് എല്ലാ ഭാഗത്തു നിന്നും മിസൈൽ ആക്രമണം നടത്തി അതിനെ പ്രവർത്തന ദൗത്യങ്ങളിൽ നിന്ന് തൂത്തെറിയുകയാണ് ചെയ്യുന്നത്. പിന്നീട് അതിനെ മിസൈലുകളെ കൊണ്ട് അറ്റാക്ക് ചെയ്യാൻ വളരെ സുഖമാണ്. അത്തരത്തിലുള്ള ഒരു പ്രത്യേകമായ ആക്രമണ രീതിയാണ് ഇറാൻ ഒരുക്കി വെച്ചിട്ടുള്ളത്. എന്നാൽ ഇറാന്റെ കയ്യിൽ 10000-കണക്കിന് ഡ്രോണുകൾ ഉള്ള പോലെ 1000-കണക്കിന് സ്പീഡ് ബോട്ടുകളും ഉണ്ട് എന്ന ഞെട്ടിക്കുന്ന വിവരമാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. അമേരിക്കക്ക് തൽക്കാലം ഹോർമുസ് കടലെടുക്കുന്നത് ഒരു സ്വപ്നമായി തന്നെ നിലനിൽക്കുമെന്നതിൽ സംശയമില്ല.